എത്ര അടി കൂടിക്കഴിഞ്ഞാലും അനുമോളുടെ പിന്നാലെ തന്നെയാണ് നെവിൻ ഉണ്ടാവുക. അനുമോൾ ഒരു ഭാഗത്ത് ചുമ്മാ ഒന്ന് കിടക്കുകയായിരുന്നു. ആ സമയത്ത് നെവിനും അവിടെ പോയി കിടന്നു. അന്നേരം അനുമോൾ പറഞ്ഞു, എണീറ്റ് പോകാൻ പറഞ്ഞു. ഞാനിവിടെ ആദ്യം തന്നെ വന്ന് കിടന്നതല്ലേ, പിന്നെ നീ എന്തിനാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഒരുപാട് തവണ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവസാനം അനുമോൾ ക്യാപ്റ്റനെ വിളിച്ചു. ക്യാപ്റ്റനായ സാബുമാൻ വന്നിട്ട് നെവിനോട് എണീറ്റ് പോകാൻ പറഞ്ഞു. എന്നിട്ടും നെവിൻ എണീക്കില്ല. ഇത് അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സോഫയൊന്നുമല്ലല്ലോ, ഇവിടെ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടിയിലും അനുമോൾക്കുള്ള അതേ അവകാശം എനിക്കുമുണ്ടെന്നാണ് പറഞ്ഞത്. എടാ, എന്നാലും ഒരാൾ പേഴ്സണൽ സ്പേസ് വേണമെന്ന് പറയുമ്പോൾ അത് മാനിച്ച് അവിടെ നിന്ന് മാറിക്കൊടുക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് നീ ഇങ്ങനെ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ഇത് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ പുറത്തിട്ടേനെ. സത്യം പറയാലോ, നിന്റെ ഗെയിമെല്ലാം വളരെ ബോറാണ്. നിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വളരെ മോശമാണ് നീ കാണിക്കുന്നത് എന്നാണ് നെവിനോട് സാബുമാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് അഭിനയിക്കുകയാണോ? നിങ്ങളുടെ ഈ ടോം ആൻഡ് ജെറി കളി കുറേയായി കാണുന്നു. നിങ്ങൾ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആയിക്കൊണ്ടാണോ കൊണ്ടു നടക്കുന്നത്? ഇണങ്ങുന്നതും കാണാം, പിണങ്ങുന്നതും കാണാം. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾക്ക് പേഴ്സണൽ സ്പേസ് വേണം, പ്രൈവറ്റായി ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് മാനിച്ച് അവിടെ നിന്ന് മാറിപ്പൊക്കൂടെ എന്ന് ചോദിച്ചിട്ടും നെവിൻ അവിടെ തന്നെ കിടന്നു. അനുമോൾ പിന്നെ കൂടുതലൊന്നും മിണ്ടാതെ അവിടെ ചാരി കിടക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.